Hello friends, welcome back to my channel. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കോഫി പുഡിങ്ങിന്റെ റെസിപ്പി ആയിട്ടാണ്. ചൈനാഗ്രാസും ജലാറ്റിനും ഒന്നും ഇല്ലാതെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പുഡിംഗ് ആണിത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം ഈ പുഡിങ്ങിന് വേണ്ടിയിട്ട് നമുക്കൊരു കോഫി മിക്സ് റെഡിയാക്കി എടുക്കണം. അതിനു വേണ്ടി ഞാൻ ഇവിടെ 3 ടീസ്പൂൺ ഇൻസ്റ്റന്റ് കോഫി പൗഡർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 30 ml ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു സോസ് പാനിലേക്ക് 1.5 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ പാൽ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഈ പാൽ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/3 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ മധുരത്തിന് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാര അലിഞ്ഞ് വരുന്നത് വരെ നമുക്ക് ഇതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഈ പാലിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന കോഫി മിക്സും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് കുറച്ച് സമയം കൂടി ഇതിനൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഒരു ചെറിയ ബൗൾ എടുത്തിട്ട് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ പുഡിംഗ് സെറ്റ് ചെയ്തെടുക്കുന്നത് കോൺഫ്ലവർ വെച്ചിട്ടാണ്. ഇനി എടുത്ത് വെച്ചിരിക്കുന്ന കോൺഫ്ലവറിലേക്ക് നമുക്ക് 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. ചൂട് പാല് ചേർത്ത് കൊടുക്കരുത്. ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് തണുത്ത പാലാണ്. എന്നിട്ട് കട്ടയൊന്നും ഇല്ലാതെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതാ കോഫിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ കോഫിയിലേക്ക് ചേർത്ത് ഉടനെ തന്നെ നമ്മളിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ലോ ഹീറ്റിലാണ് വെക്കേണ്ടത്. എന്നിട്ടൊരു 3-4 മിനിറ്റ് നന്നായിട്ട് തിക്കായിട്ട് വരുന്നത് വരെ നമുക്ക് ഇതിനെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. പിന്നെ ഇത് കുക്ക് ചെയ്യുന്ന സമയത്ത് കൈ വിടാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവം എത്തുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി ഞാൻ ഈ പുഡിംഗ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതുപോലത്തെ 2 ചെറിയ ബൗളിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സിലിക്കൺ മോൾഡ് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ എടുക്കുന്ന മോൾഡ് ഏതാണെന്ന് വെച്ചാൽ അതിൽ കുറച്ച് നെയ്യോ ബട്ടറോ ഒന്ന് ഇതുപോലെ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ചൂടോടുകൂടി തന്നെ ഈ മിക്സ് അതിലേക്ക് ഒഴിക്കണം. ചൂടോടുകൂടി ഒഴിച്ചില്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കട്ട പിടിച്ച് പോകും. ഞാനിപ്പോൾ ഈ പുഡിംഗ് മിക്സ് 2 ബൗളിലാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ ടോപ്പ് ഒന്ന് ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒരു സ്പാച്ചില വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്മൂത്ത് ആക്കി കൊടുക്കണം. ഇനി ഇത് റൂം ടെമ്പറേച്ചറിലാവാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊരു ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് കവർ ചെയ്യാം, അല്ലെങ്കിൽ ഒരു അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് കവർ ചെയ്താലും മതി. എന്നിട്ട് നമുക്കതിനെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കാം. കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ പുഡിംഗ് നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കിതുപോലെ തൊട്ട് നോക്കിയാൽ അറിയാം ഇത് നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഈ പുഡിംഗ് സെർവ് ചെയ്യുന്ന സമയത്ത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ചോക്ലേറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ കുറച്ച് കോഫി പൗഡർ ഡസ്റ്റ് ചെയ്താലും മതി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിംഗാണ്, നല്ല ക്രീമിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. പുതിയൊരു റെസിപ്പിയുമായിട്ട് ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.